രാവിലെ തന്നെ സഹകരിക്കണ വണ്ടിയിൽ അലാറം സിഗ്നലായിട്ടാണ് എഴുന്നേക്കണം. 6 മണിയായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. രാത്രി പറഞ്ഞിട്ടാണ് കിടന്ന സഹകരിക്കട വണ്ടിയിൽ എഴുന്നേൽക്കുമ്പോൾ സ്റ്റൗ ഉള്ളതുകൊണ്ട് നമുക്ക് രാവിലെ ചായയൊക്കെ തിളപ്പിച്ചിട്ട് കുടിക്കാം. അങ്ങനെ ചെയ്താണ്ട് നമുക്ക് കിടക്കണ ഒരു സെറ്റപ്പ് ഞാനിത് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിടക്കണം. ഇത് അർബാനിയയിൽ 4 സീറ്റ് അയച്ചു വെച്ചതുകൊണ്ട് സുഖമായിട്ട് ഇപ്പോൾ കിടക്കാം. അല്ലെങ്കിൽ നോർമലി ഫ്രണ്ടിൽ ഫ്ലോറിൽ തന്നെ കിടക്കണം. ഇതിങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ബെഡുണ്ട് പോർട്ടബിളായിട്ടുള്ള. അപ്പോൾ അത് കുറേ നാളായിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ്. അങ്ങനെ അതേ സൈഡിൽ വണ്ടിയിലേക്ക് എത്തിയപ്പോൾ പുള്ളി ഇതേ ഐസ് ബോക്സ് ആണ്. ഐസ് ബോക്സിൽ പൊടികളും സാധനങ്ങളും സ്റ്റൗവൊക്കെ എടുത്ത് വെക്കുക. ഇതാണ് ആളുടെ കയ്യിലുള്ള പോർട്ടബിളായിട്ടുള്ള സ്റ്റൗ. എല്ലാവരും ഇതേപോലെ ഒന്ന് മേടിച്ച് വെക്കണം, നല്ലതാണ് കേട്ടോ. കാരണം അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കഴിച്ച് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ചുക്ക് കാപ്പി തിളപ്പിക്കാനുള്ള പരിപാടിയില്ല. ഇത് ചുക്ക് കാപ്പിയുടെ പൊടി ആൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് എന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഈ പുറകെ കാണുന്നതാണ്, ഇതാണ് പാർക്കിങ്. ഇതിൻ്റെ പുറകെ കാണുന്നത് ഇതൊക്കെ ഏലത്തോട്ടങ്ങളാണ്. ഭയങ്കര വൈബാണ് ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാനായിട്ട്. എൻ്റെ വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി വന്നാൽ ഞാൻ. അങ്ങനെ അതേ നമ്മൾ സൈഡിൽ വണ്ടി എടുത്ത് വീണ്ടും എത്തി സ്റ്റൗ കത്തിച്ച് ചുക്കാപ്പി വെക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഇതാ നമ്മുടെ സ്റ്റൗ ഓണായിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ കെറ്റിൽ തിളപ്പിച്ച് ഫ്ലാസ്കിൽ എടുത്ത് വെച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ ഗ്യാസ് കുറച്ച് മതിയല്ലോ. അങ്ങനെ അതെടുത്ത് ഒഴിച്ചു. ഇതൊരു വൈബാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴൊരു വൈബ് അത് വേറെയാണ്. അതേക്ക് നിങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അതൊരു പ്രത്യേക വൈബാണ്. അത് നമ്മളുടെ പാക്കേജ് ഫീൽഡിൽ മാത്രം കിട്ടുന്നൊരു സെറ്റപ്പാണ്. അതേക്ക് എഴുന്നേറ്റ് വണ്ടിയുടെ അടുത്തേക്ക് വന്നു. ഇതൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ആൾ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ പാർക്ക് ചെയ്ത് കിടക്കുന്ന സ്ഥലം കേട്ടോ. അത്യാവശ്യം പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. എല്ലായിടത്തും വണ്ടികളായിട്ടുണ്ട്. വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ. അതെ, എല്ലാവരും എഴുന്നേറ്റൊക്കെ വരണുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്തോടെ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ ചായ അല്ല ചുക്ക് കാപ്പിക്കുള്ള പൊടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈർക്കാം. നിലവിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പി തിളച്ചു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് എല്ലാവരും ഈ തണുപ്പത്ത് ഭയങ്കര വൈബാണ്ടത്. ഇക്കപ്പോൾ അരിമുറുക്കായിട്ട് വന്നേക്കണം രാവിലെ തന്നെ. ഞാൻ വൈകിട്ട് അരിമുറുക്ക് കഴിക്കുള്ളൂ സൈർക്ക് പറയണം. നല്ല തണുപ്പത്ത് ചായ കൊടുത്ത് അടുത്ത ആൾ വന്നേക്കണം എല്ലാ കൂടിയും കഴിഞ്ഞപ്പോൾ. അങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് സന്തോഷമായിട്ട് പിരിഞ്ഞു. കുളിച്ച് റെഡിയായിട്ട് ഇത് ഗസ്റ്റിന് എടുക്കാൻ പോകണോ വഴിയാണ്. പാർക്കിങ്ങിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിലേക്ക്. ആലപ്പുഴ ഉണ്ടെന്ന് ഗസ്റ്റിൻസേ. പോണ വഴി നമ്മുടെ ഗസ്റ്റാണെങ്കിൽ 2 പേര് നടന്നു തന്നെ. അവർ അവിടെ ഹോട്ടലിൽ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ അവരോട് പോയി ചില അന്വേഷണമൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ഹോട്ടലിലേക്ക് പോയി ലഗേജ് എല്ലാം കയറ്റി. അവർ തിരിച്ചു വന്നപ്പോൾ അവരെയും പിക്ക് ചെയ്തിട്ട് നേരെ ആലപ്പുഴയ്ക്ക്. പോണ വഴിയിൽ ചോക്ലേറ്റ് ഫാക്ടറി ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഗസ്റ്റ്. അപ്പോൾ കണ്ട ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒന്ന് നിർത്തി കൊടുത്തു. അവിടുത്തെ ക്ലാസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിതേ ഹാപ്പിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവരെയും കൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനത്തെ നമ്മൾ നേര്യമംഗലം പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ടേ. ഇത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ബ്രിഡ്ജായിട്ടാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആർത്തർ തോമസ് ഗില്ലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബം പണിയിപ്പിച്ച ഒരു പാലമാണേ. ഏകദേശം 100 വർഷത്തിനടുത്തായി. 1935 ഈ പാലം ഓപ്പൺ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വണ്ടികൾ ഒരുമിച്ച് കടന്നു പോവില്ല. വലിയ വണ്ടികൾ, ചെറിയ വണ്ടികൾ 2 അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ട്രാവലറോ കാറൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ടോ വലിയ വണ്ടികൾക്ക് 1 വേ ലൈനാണ്. നമ്മൾ കാത്തണ ബസ് കിടക്കണം. പുതിയൊരു പാലം ഇപ്പുറത്തെ സൈഡിൽ പണിയുന്നുണ്ട്. പക്ഷെ അത് പണി കഴിഞ്ഞിട്ടില്ല, പണി തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പാലവും ക്രോസ് ചെയ്ത് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഹൗസ് ബോട്ടിൽ ഗസ്റ്റിനെ ചെക്ക് ഇൻ ചെയ്യിക്കുന്ന കാഴ്ച നീ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാവരും എന്നോട് ബൈ പറഞ്ഞിട്ട് ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഗസ്റ്റിനൊപ്പമുള്ള ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നതാണ്. ഇനി 2 ദിവസം ഒരു ഹൗസ് ബോട്ടിലാണ് സ്റ്റേ. അപ്പോൾ 2ാമത്തെ ദിവസം ചെക്കൗട്ടാവുന്ന ടൈമിൽ വരാമെന്നും പറഞ്ഞ് ഞാനവരോട് ബൈ പറഞ്ഞ് നേരെ ആലപ്പുഴ പേയാൻ പാർക്കിങ്ങിലേക്ക് പോന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാക്കേജ് ഡ്രൈവർമാരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.